ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വായ തുറന്നടയ്ക്കുമ്പോൾ ഇവിടെ ഒരു സൗണ്ട് കേൾക്കാറുണ്ടോ? ഇതിനെ പറയുന്നത് TMJ ക്ലിക്കിംഗ് എന്ന് പറയും. നമ്മുടെ ഈ രണ്ട് ഭാഗത്തുള്ളത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് അല്ലെ TMJ ജോയിൻറ്റ് എന്ന് പറഞ്ഞ ഒരു ജോയിൻ്റ് ആണ്. ഇതിനകത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ചെറിയ സൗണ്ട് കേൾക്കും. ഇതിൻ്റെ പ്രോബ്ലം എവിടെ നിന്നാണ് തുടങ്ങുന്നത് മനസ്സിലാക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല്ലുകളിൽ നിന്നാണ്. നമുക്ക് പല്ലുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ എടുത്തു കളയുകയോ അല്ലെങ്കിൽ ക്യാപ്പ് ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചൂയിങ് ഉണ്ടാവില്ല. ഇങ്ങനെ ചൂയിങ് ഇല്ലാത്ത കേസസിൽ നമുക്ക് ലോങ് റണ്ണിൽ നമ്മുടെ ഈ ജോയിൻറ്റ്സിലുള്ള ചില ഡിസ്കുകളുണ്ട്, ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റിലുള്ള ഡിസ്കുകളുണ്ട്, അതിൽ തേയ്മാനം വരികയും നമുക്കത് ക്ലിക്കിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ലോങ് റണ്ണിൽ ഇത് നമുക്ക് താടിയിൽ സ്ഥിരമായിട്ടുള്ള വേദനയും പ്രോപ്പറായിട്ട് ചവച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർ ഓടിക്കുകയാണെങ്കിൽ 4 ടയർ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വണ്ടിയുടെ ലൈഫ് കുറയും. അതേപോലെ തന്നെ കുറേ കാലം ആ വണ്ടി ഓടില്ല, ടയർ മാറ്റാൻ വേണം. അതേപോലെ ഈ ടയറാണ് നമ്മുടെ പല്ലുകൾ. പല്ലുകൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജോയിൻസിന് ഇഷ്യൂസ് വരികയും നമ്മുടെ ജോയിൻസിൽ പെയിൻ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട പല്ലുകളുടെ മെയിൻ്റനൻസ് ആണ്. പല്ലുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ജോ ക്ലിക്കിംഗ് ഒരു പരിധി വരെ ഒഴിവാക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു സ്പ്ലിൻസ് തെറാപ്പി ഉണ്ട്. ആ സ്പ്ലിൻസ് തെറാപ്പി വെച്ചിട്ട് നമുക്ക് ജോയിൻസിൻ്റെ ക്ലിക്കിംഗ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനും പറ്റും.